ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നിയമമായി. ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചു. ഫെബ്രുവരി ആദ്യമാണ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ബില്ല് അവതരിപ്പിച്ചത്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആർക്കെ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നിയമമായി മാറിയിരിക്കുന്നു. ഫെബ്രുവരി മാസത്തിലാണ് ഈ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിക്കുകയും ആ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തത്. ഇതിപ്പോൾ നിയമമായി മാറിയിരിക്കുന്നു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആർക്കെ വിവരങ്ങൾ എന്തെല്ലാമാണ്? സർക്കാർ ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയ ഏക സിവിൽ കോഡ് ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുകയാണ്. സിവിൽ നിയമങ്ങളെ സംബന്ധിക്കുന്ന വിഷയമായതുകൊണ്ട് രാഷ്ട്രപതിയുടെ അംഗീകാരം ഈ ബില്ലിന് അനിവാര്യമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടത്. ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുന്നതോടെ ഇത് നിയമമായി മാറിയിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ ഇനി ഏക സിവിൽ കോഡ് യാഥാർത്ഥ്യമായി എന്ന് നമുക്ക് പറയാം. എല്ലാ വിഭാഗങ്ങൾക്കും ഒറ്റ സിവിൽ നിയമങ്ങളായിരിക്കും ഇനി ഉത്തരാഖണ്ഡിൽ ഉണ്ടാവുക. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് പുഷ്കർ സിംഗ് ധാമി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. ഇത് തങ്ങളുടെ വിജയമാണ്. അഥവാ ഈ നിയമം യാഥാർത്ഥ്യമായതോടുകൂടി തങ്ങൾ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അത് നിറവേറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇപ്പോൾ അവകാശപ്പെട്ടത്. ഉത്തരാഖണ്ഡിൽ ഈ ബില്ല് നിയമമായി മാറുന്നത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടതാണ്. ഫെബ്രുവരിയിൽ ഇതേ തുടർന്നുണ്ടായ വിവാദങ്ങളുണ്ടായിരുന്നു, ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇത് ഏത് രീതിയിലാണ് നടപ്പാക്കുക, അല്ലെങ്കിൽ നടപ്പാക്കുമോ, എതിർപ്പുകളെ എങ്ങനെയാണ് നേരിടുക, ഇതൊക്കെ വന്നിരുന്നു. പക്ഷേ ഉത്തരാഖണ്ഡ് ഒരുപടി മുന്നോട്ട് പോയിരിക്കുന്നു എന്ന രീതിയിലാണ് വന്നത്. പക്ഷേ രാഷ്ട്രപതിയുടെ അംഗീകാരം തീർച്ചയായിട്ടും ഇത്തരം നേരത്തെ ആർക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ഒരു അംഗീകാരത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അംഗീകാരം ലഭിച്ചതോടെ പുഷ്കർ സിംഗ് ധാമി തന്റെ തീരുമാനവുമായി മുന്നോട്ട് തന്നെ പോകാനുള്ള ആ ഒരു നടപടികളിലേക്കായിരിക്കും ഇനി കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു. ഇന്നിപ്പോൾ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ബില്ല് നിയമമായി മാറിയിരിക്കുന്നു ഉത്തരാഖണ്ഡിൽ. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു.